പുലർച്ചെ 4 മണിയുടെ അലാറം അടിച്ചപ്പോൾ അനുപമ പുതപ്പിനുള്ളിൽ നിന്ന് തല പുറത്തേക്കിട്ട് കൈനീട്ടി അലാറം ഓഫ് ചെയ്തു. അടുക്കളയോട് ചേർന്നുള്ള മുറിയിൽ നിലത്തു പാവിരിച്ചാണ് അനുപമ കിടക്കുന്നത്. വീട്ടിലെ പഴയ തുണികളെല്ലാം കൂടി അടുക്കി വെച്ച് തുന്നിക്കൂട്ടി അവൾ ഉണ്ടാക്കിയെടുത്ത ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു കിടക്കയും പുതയ്ക്കാൻ ഒരു പഴയ ബെഡ്ഷീറ്റും മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. കിടക്കുന്ന പായോട് ചേർത്ത് വെച്ചിരുന്ന അലാറം കൈനീട്ടി ഓഫ് ചെയ്ത ശേഷം അവൾ പായിൽ എണീറ്റിരുന്നു. പഴയ പാത്രങ്ങളും പലചരക്ക് സാധനങ്ങളും എല്ലാം കൊണ്ടുവയ്ക്കുന്ന കുഞ്ഞു മുറിയിൽ ശരിക്കൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സൗകര്യം പോലും അനുപമയ്ക്കില്ലായിരുന്നു. അത്രയും ഇറുങ്ങിക്കൊണ്ടാണ് അവളുടെ കിടപ്പെങ്കിലും അവളുടെ കുഞ്ഞു പായും കിടക്കയുമെല്ലാം കാണാൻ തന്നെ ഒരു വൃത്തിയാണ്. പായിൽ എണീറ്റിരുന്ന അവൾ ഒരു നിമിഷം കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചു. ശരിക്കു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതാരോടാണെന്നോ ദൈവമുണ്ടോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം കണ്ണടച്ചങ്ങനെ ഇരിക്കും. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി എന്നെങ്കിലും തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസമായിരുന്നു അവൾക്ക്. കാരണം അത്രയ്ക്ക് ദുരിതത്തിലൂടെയാണ് ആ പെൺകുട്ടിയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ കണ്ട ഓർമ്മ പോലും അവൾക്കില്ല. അവളെ പ്രസവിച്ചപ്പോൾ തന്നെ അവളുടെ അമ്മ മരിച്ചിരുന്നു. 2 വയസ്സുവരെ അച്ചമ്മയാണ് അവളെ വളർത്തിയത്. അപ്പോഴേക്കും അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പിന്നെ അച്ചമ്മ കൂടി കിടപ്പിലായി മരണപ്പെട്ടതോടെ അച്ഛനും കയറി വന്ന അച്ഛൻ്റെ 2ാം ഭാര്യയ്ക്കും അവൾ ഒരധികപ്പറ്റായി. ഒക്കത്ത് വെച്ചും അമ്പിളിമാമനെ കാട്ടിയും ചോറ് കൊടുക്കേണ്ട പ്രായത്തിൽ അടുക്കളയിലെ നിലത്തിരുന്ന് ഒറ്റയ്ക്ക് വാരി തിന്നാൻ പഠിച്ചവളാണ് അനുപമ. കാരണം അവളെ നോക്കാനും പരിപാലിക്കാനും ഒന്നും ആരും തന്നെ ഇല്ലായിരുന്നു. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ്റെ 2ാം ഭാര്യ ഗർഭിണിയാവുകയും ചെയ്തു. തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണെന്നോ തൻ്റെ മോളാണെന്നോ ഉള്ള ഒരു പരിഗണന പോലും അവളുടെ അച്ഛൻ പിന്നീട് അവളോട് കാണിച്ചിട്ടില്ല. അടുത്തടുത്ത വർഷങ്ങളിൽ തന്നെ അച്ഛന് 2ാം ഭാര്യയിൽ 2 കുഞ്ഞുങ്ങളുണ്ടായതോടെ അച്ഛനും ചെറിയമ്മയും അവരുടെ മക്കളും അടങ്ങുന്നതായി അവരുടെ ലോകം. വിശന്നിരുന്ന് കരഞ്ഞും ചെരുപ്പിടാതെ നടന്നും കുളിപ്പിക്കാനോ ഭക്ഷണം കൊടുക്കാനോ പോലും ആരുമില്ലാതെയും ഒരു തെരുവിലെ കുഞ്ഞിനെ പോലെയാണ് സ്വന്തം അച്ഛൻ്റെ കൺമുമ്പിൽ അനുപമ വളർന്നത്. അച്ഛനും ചെറിയമ്മയും അവളുടെ സഹോദരങ്ങളെ ലാളിക്കുന്നത് കണ്ട് കരഞ്ഞും കണ്ണുനീർ വറ്റിയും അടുക്കളയിലെ ഒരു മൂലയ്ക്ക് കിടന്ന് ജീവിതത്തിൻ്റെ ഓരോ പടവുകളിലേക്കും അവൾ പിച്ച വെച്ചു തുടങ്ങി. കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്ത് നെഞ്ചിലിട്ട് താലോലിച്ചുറക്കേണ്ട പ്രായത്തിൽ തന്നെ അവൾ ആ വീട്ടിലെ വേലക്കാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള നാളുകൾ കഷ്ടപ്പാടിൻ്റെത് മാത്രമായിരുന്നു. 10ാം ക്ലാസ് വരെ അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിച്ചെങ്കിലും പിന്നീട് അച്ഛനും അമ്മയും ചേർന്ന് അവളുടെ പഠിപ്പ് നിർത്തി. പഠിക്കാൻ മിടുക്കിയായിരുന്നതുകൊണ്ടും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നതുകൊണ്ടും ടീച്ചർമാരും മറ്റും ഇടപെട്ടാണ് അവളെ +2 അയച്ചത്. +2 അതേ ഫുൾ A+ഓടുകൂടി നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ പഞ്ചായത്തിലുള്ളവരും മറ്റുള്ളവരുമെല്ലാം ഇടപെട്ട് ഡിഗ്രിക്ക് അയച്ചു. അച്ഛനും ചെറിയമ്മയും ചേർന്ന് എത്രയൊക്കെ അത് മുടക്കാൻ ശ്രമിച്ചിട്ടും നാട്ടുകാരുടെ ഇടപെടലിൽ അത് നടന്നില്ല. അങ്ങനെ അനുപമ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ കോളേജിൽ പോകുന്നത് മാത്രമാണ് അവൾക്കാകെയുള്ള ഒരാശ്വാസം. വീടെത്തിയാൽ ശരിക്കും ഒരു വേലക്കാരി. അച്ഛൻ്റെയും ചെറിയമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാ ജോലികളും ചെയ്തു കൊടുക്കേണ്ട, വീടടിച്ചു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു ശമ്പളമില്ലാത്ത ജോലിക്കാരി മാത്രമായിരുന്നു അവൾ. കുഞ്ഞുനാളിൽ അച്ഛൻ്റെയും ചെറിയമ്മയുടെയും എത്രയോ അടികൾ അവൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മുതിർന്നപ്പോൾ തല്ലിന് കുറവുണ്ടെങ്കിലും അവരുടെ ശകാര വാക്കുകൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. മരിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ആരും കാണാനില്ലാതെ ആരും കേൾക്കാനില്ലാതെ ഒരു പെൺകുട്ടി ആ അടുക്കളയുടെ മൂലയ്ക്ക് ജീവിച്ചു തീർക്കുന്നു. നാട്ടുകാരുടെ ഇടപെടലിൽ പഠിക്കാൻ പോകുന്നത് കൊണ്ട് അത് മാത്രമാണ് അവൾക്കാകെയുള്ള ആശ്വാസം. പതിവ് പോലെ അലാറം ഓഫാക്കി പായിൽ എണീറ്റിരുന്ന അനുപമ കൈകൂപ്പി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു. ആരും കാണാനില്ലെങ്കിലും കണ്ണുനീരിനൊരു കുറവും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല. ആരും കാണാതെ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ പായിൽ നിന്ന് എണീറ്റു. പുതപ്പ് മടക്കി കിടക്കയ്ക്ക് നടുവിലായി വെച്ച് പായും കിടക്കയും ചേർന്ന് മടക്കി ഒരോരത്തേക്ക് ചേർത്തു വെച്ചു. ശേഷം നേരെ അടുക്കളയിലേക്ക് ചെന്നു. എല്ലായിടത്തും ലൈറ്റിട്ടു. പിന്നെ ചൂലെടുത്ത് മുറ്റവും ഡൈനിങ് ഹാളും അടുക്കളയും ഉമ്മറവുമൊക്കെ അടിച്ചു തുടച്ചു. ചെറിയമ്മയും മക്കളുമൊക്കെ കിടക്കുന്ന മുറി മാത്രം അവൾ പിന്നീടാണ് തുടയ്ക്കാറുള്ളത്. അതിനു മുൻപ് ബാക്കി ഭാഗങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. അത് കഴിഞ്ഞ ശേഷം അടുക്കളയിലുള്ള വേസ്റ്റ് ബിന്നിൽ നിന്ന് അലക്കാൻ കൂട്ടിയിട്ടിരുന്ന തുണികളെടുത്ത് അടുക്കള ഭാഗത്തെ ലൈറ്റ് ഓൺ ചെയ്ത് പുറത്തേക്കിറങ്ങി.
കുഞ്ഞുനാളിലെ തന്നെ രാത്രിയും പകലുമൊക്കെ ഒരുപോലെ ശീലമായതുകൊണ്ട് തന്നെ അനുപമയ്ക്ക് പേടിയൊന്നുമില്ലായിരുന്നു. എല്ലാവരും പുതച്ചുറങ്ങുന്ന സമയത്തും അവൾക്കെന്നും പണിയോട് പണി തന്നെയായിരുന്നു. അലക്കാനുള്ള തുണികളെല്ലാം ബക്കറ്റിലിട്ട് സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് അവൾ ഓരോന്നായി അലക്കിയെടുക്കാൻ തുടങ്ങി. അലക്കെല്ലാം കഴിഞ്ഞ് തുണികളെല്ലാം ബക്കറ്റിലാക്കി വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവച്ച ശേഷം അടുക്കളയിൽ ചെന്ന് അല്പം വെളിച്ചെണ്ണ എടുത്ത് നെറുകിൽ പൊത്തിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് തലയിലൊരു തോർത്തും കെട്ടിക്കൊണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. പിന്നെ അടുക്കളയിൽ പിടിപ്പത് പണിയായിരുന്നു. രാവിലെ ചായക്കുള്ളത്, കറിക്കുള്ളത്, ഉച്ചയ്ക്ക് ചോറിനുള്ളത് തുടങ്ങി വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം മാത്രമേ കോളേജിൽ പോക്ക് നടക്കുകയുള്ളൂ. ഒരു വിധത്തിൽ എല്ലാം ആക്കി തീർത്ത ശേഷം ചോറിനുള്ള അരിയും കഴുകിയിട്ട് കഴിഞ്ഞ് അവൾ പുലർച്ചെ അലക്കി വെച്ച തുണിയെടുത്ത് മുറ്റത്തെ അയലിൽ വിരിച്ചിടാനായി പോയി. അനുമോളെ, വൈകിട്ട് ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്ക് വരുന്നുണ്ടോ? അയലിനടുത്ത് അവളെ കണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അയൽവാസിയായ രാഗിണിയേട്ടത്തി നീട്ടി വിളിച്ചു. രാഗിണിയേട്ടത്തിയുടെ മോളായ സ്മൃതിയും അപ്പോൾ അങ്ങോട്ടെത്തി. അനു, വൈകിട്ട് റെഡിയായി നിന്നോട്ടോ, നമുക്ക് പോകാം. സൂപ്പർ പാട്ടുകാരാണെന്നാ കേട്ടത്. സ്മൃതി അവിടെ നിന്ന് അനുവിനോട് വിളിച്ചു പറഞ്ഞു. ഞാൻ നോക്കട്ടെ സ്മൃതി, ഇവിടെ നിന്ന് വിടുമോ എന്നറിയില്ല. എന്തെങ്കിലും പണി ഉണ്ടാക്കി വെക്കും. അനു അയലിനടുത്ത് നിന്ന് മെല്ലെ പറഞ്ഞു. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റിയിട്ട് അങ്ങോട്ട് വരാം. നിർബന്ധിച്ച് നിന്നെയും കൂട്ടിയിട്ട് പോകാം. എന്നും അവർ പറയുന്നത് കേട്ട് നിന്നാലും ശരിയാവില്ലല്ലോ. സ്മൃതി അനുവിനോട് പറഞ്ഞു. ഞാൻ വരാൻ നോക്കാം. പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവഴി വരണേ. അനു അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. ഞങ്ങൾ വരാം മോളെ, നീ വൈകിട്ട് പണിയൊക്കെ തീർത്ത് റെഡിയായി നിന്നോട്ടോ. രാഗിണിയേട്ടത്തി അവളെ സ്നേഹത്തോടെ നോക്കി. അനു അപ്പോൾ അവരെ നോക്കി ചിരിച്ചു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. അരി അടുപ്പത്തുണ്ട്, വേവ് കുറവാ, വെന്ത് കാണും. അത് പറഞ്ഞ് ബക്കറ്റും എടുത്ത് അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. പാവം ആ കുട്ടിയുടെ ഒരു ഗതി. ഏത് കാലം കാണുന്നതാ അതിൻ്റെ കഷ്ടപ്പാട്. ആ വീട്ടിലുള്ള 4 മനുഷ്യരും ഈ നേരം വരെ ഉണർന്നിട്ട് പോലുമില്ല. ഈ കുട്ടി ഒന്നുള്ളത് 7-ാം പുലർച്ചയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് അവർക്കെല്ലാത്തിനും വായിൽ വെക്കാനുള്ളത് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ തള്ളയുണ്ടായിരുന്നെങ്കിൽ അതിന് ഈ കഷ്ടപ്പാട് വല്ലതും വരുമായിരുന്നോ? തന്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾക്ക് 2ാം ഭാര്യയെയും മക്കളെയും മാത്രം മതിയല്ലോ. കഷ്ടം, ഇങ്ങനെയും ഓരോ ജന്തുക്കൾ. രാഗിണിയേട്ടത്തി പുച്ഛത്തോടെ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അനു അപ്പോഴേക്കും അടുക്കളയിൽ വന്ന് ചോറ് വാർത്തു കഴിഞ്ഞിരുന്നു. എല്ലാ പണിയും തീർത്തു വെച്ച് വേഗം അവൾ കോളേജിൽ പോകാൻ ഒരുങ്ങി. ഡ്രസ്സ് മാറി ബാഗും തോളിലിട്ട് ഹാളിലേക്ക് വന്നു. വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ 5 മിനിറ്റ് ലേറ്റാണ്. ഉണ്ടാക്കിയ ദോശയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പ്ലേറ്റിലിട്ട് ഇരിക്കാൻ നേരമില്ലാതെ അവിടെ നിന്ന് കഴിച്ചു. അച്ഛനും ചെറിയമ്മയും മക്കളുമൊന്നും അപ്പോഴും ഉണർന്നിട്ടില്ലായിരുന്നു. വേഗം കഴിച്ചു തീർത്ത് ഉമ്മറത്തെ വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് അവൾ അടുക്കളവശം വഴി പുറത്തേക്കിറങ്ങി. അവരാരും ഉണർന്നിട്ടില്ല. അല്ലെങ്കിലും ഉണരുന്നതിന് മുൻപ് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇറങ്ങാൻ നേരം ഇളയമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പണി കൂടി ചെയ്യിപ്പിച്ച് വിടാനുണ്ടാകും. മാറാല തുടയ്ക്കാനോ ചവലയ്ക്ക് തീയിടാനോ ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമയം വൈകിപ്പിക്കാൻ നോക്കും. എവിടെയോ ടൂറ് പോയി വന്നുള്ള ഉറക്കമാണ്. ഇപ്പോൾ ഉണരാൻ വഴിയില്ല. അധികം നിന്ന് താമസിക്കാതെ അനു വേഗം റോഡിലേക്ക് ഇറങ്ങി. കയ്യിലെ പഴയ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ടൗണിലേക്കുള്ള ബസ് അവിടെ വന്നു നിന്നിരുന്നു. ബസ് കണ്ടതും അവൾ വേഗം ബസ്സിനരികിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവളുടെ കാലിലെ പഴകിയ ചെരുപ്പ് പൊട്ടിയിരുന്നു. പെട്ടെന്നാണ് ചെരുപ്പിന്റെ വാറ് പൊട്ടിയത് അവൾ ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും ബസ്സിൽ ആളുകൾ കയറിയിരുന്നു. ബസ് എടുക്കുമെന്നായപ്പോൾ അവൾ എങ്ങനെയോ ചെരുപ്പ് കാലിൽ വെച്ച് നിരങ്ങിക്കൊണ്ട് തന്നെ ഒരു വിധത്തിൽ ബസ്സിൽ പറ്റിപ്പിടിച്ച് കയറി. സീറ്റെല്ലാം ഫുള്ളായിരുന്നതുകൊണ്ട് അവൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. കാലിലെ ചെരുപ്പിലേക്ക് നോക്കി. കാലിലൊരു പിടുത്തം കിട്ടാത്ത പോലെ 2 വാറും പൊട്ടിപ്പോയിരുന്നു. എന്താ ചെയ്യുക? രാവിലെ തന്നെ ഇനിയിപ്പോൾ ചെരുപ്പില്ലാതെ. അവൾക്കാകെ ഒരു വല്ലായ്മ തോന്നി. ബസ്സിലായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് വെക്കാം. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെയാ കോളേജിലേക്ക് ചെരുപ്പില്ലാതെ ഈ പൊട്ടിയ ചെരുപ്പുമായിട്ട് പോകുക? ആകെ വിയർത്തുകൊണ്ട് അവൾ ഒരു വിധത്തിൽ ബസ്സിൽ നിന്നൊപ്പിച്ചു. അങ്ങനെ ബസ് കോളേജിന്റെ സ്റ്റോപ്പെത്തി. കാലിന്റെ തള്ളവിരലും ചൂണ്ടുവിരലും അമർത്തിപ്പിടിച്ച് ചെരുപ്പിന്റെ വള്ളിയുടെ അറ്റം വിടാതെ മുറുക്കിക്കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ ബസ്സിൽ നിന്നിറങ്ങി. ഒരു വിധത്തിൽ നടന്നവൾ വേഗം ചെന്നത് ബസ് സ്റ്റോപ്പിനരികിലായിരിക്കുന്ന ചെരുപ്പും കുടയും നന്നാക്കുന്ന ചേട്ടന്റെ അരികിലേക്കാണ്. കോളേജിന്റെ മുൻവശമായതുകൊണ്ട് തന്നെ കൂട്ടുകാർ ആരെങ്കിലും കാണുമോ എന്നൊരു ചെറിയ ചമ്മലും അവൾക്കുണ്ടായിരുന്നു. കാരണം കൂട്ടുകാരെല്ലാം പുതിയ ചെരുപ്പിടുമ്പോഴും പുത്തൻ ഡ്രസ്സും ബാഗും ഒക്കെയായി മാറി മാറി വരുമ്പോഴും അവൾക്ക് എന്നും പഴയ ഡ്രസ്സുകളും ബാഗും ചെരുപ്പും മാത്രമായിരുന്നു.
തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കല്ലാതെ മറ്റാർക്കും തൻ്റെ സ്ഥിതി അറിയില്ല. ഈ ചെരുപ്പ് ഇനിയെങ്കിലും മാറ്റിക്കൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വലിയ നാണക്കേടാണ്. അവൾ ചെരുപ്പ് കൊണ്ട് തുന്നൽക്കാരൻ്റെ അരികിൽ കാണിച്ചു. അയാളൊന്ന് ചെരുപ്പെടുത്ത് നോക്കി, അവളെയും നോക്കി. ഇത് തുന്നണോ മോളെ? ആകെ പോയിട്ടുണ്ടല്ലോ, തുന്നി പിടിപ്പിക്കാൻ വാറില്ലല്ലോ, അയാൾ അവളോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് ചവിട്ടാൻ പാകത്തിന് ഒപ്പിച്ച് തന്നാൽ മതി ചേട്ടാ, വൈകിട്ട് വേറെ ചെരുപ്പ് വാങ്ങും, ഇപ്പോൾ തൽക്കാലത്തിന്, അവൾ പറഞ്ഞു. നോക്കാം. അയാളൊന്ന് ചെരുപ്പ് തിരിച്ചും മറിച്ചും നോക്കി. ആകെ തേഞ്ഞൊരു ചെരുപ്പ്. എത്രയാകും ചേട്ടാ? അനു അയാളോട് ചോദിച്ചു. 30 രൂപയാകും, കുറച്ച് പണിയുണ്ട്, അയാൾ പറഞ്ഞു. അയ്യോ 30ഓ? അവൾ അയാളെ നോക്കി. മുഴുവനായി തുന്നണം മോളെ, ചെരുപ്പിൻ്റെ അടിഭാഗം മുഴുവനായി പോയിട്ടുണ്ട്, ഒരൊറ്റ വാറിലാ ഇത് നിൽക്കുന്നത് തന്നെ, മുഴുവനായി സ്റ്റിച്ചിടണം. അയാൾ അത് പറഞ്ഞപ്പോൾ അനു ഒന്ന് പരുങ്ങിക്കൊണ്ട് അവളുടെ തോളിലുണ്ടായിരുന്ന ബാഗിൻ്റെ സിബ് തുറന്നു. എന്നിട്ടൊന്ന് കൈയിട്ട് തപ്പി നോക്കി. അവളുടെ കയ്യിൽ തടഞ്ഞ ചില്ലറയിലേക്ക് നോക്കിയപ്പോൾ അതാകെ ബസ് ചാർജിനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം അവൾ ആ നാണയത്തുട്ടുകൾ ബാഗിലേക്ക് തന്നെ തിരികെ വെച്ചു. വേണ്ട ചേട്ടാ, ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിക്കോളാം, 30 രൂപയാണെങ്കിൽ തുന്നണ്ട, അവൾ പറഞ്ഞു. വേണമെങ്കിൽ തുന്നിത്തരാം, കുഴപ്പമില്ല, പിന്നെ ഇത് തുന്നി പിടിപ്പിക്കുന്നതിലും ഭേദം വേറെ വാങ്ങുന്നത് തന്നെയാണ്, അയാളും പറഞ്ഞു. വേണ്ട, ഞാൻ വേറെ വാങ്ങിക്കോളാം. അവൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ചെരുപ്പ് തിരിച്ചു വാങ്ങി. ശേഷം അത് കാലിൽ തന്നെ വെച്ചുകൊണ്ട് മെല്ലെ നടന്നു. അവളുടെ നിരങ്ങി നടത്തം കണ്ടാൽ ആരായാലും ഒന്ന് കാലിലേക്ക് നോക്കിപ്പോകും. എങ്കിലും ഒറ്റച്ചെരുപ്പിട്ട് നടക്കാനും വയ്യല്ലോ, അവൾ ഓർത്തു. ഒരു വിധത്തിൽ അവൾ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. എന്നിട്ട് ഇട്ട ചുരിദാറിൻ്റെ ഷോളിൽ നിന്ന് മെല്ലെ ഒരു പിന്നയിച്ചു. ബാഗിൻ്റെ മറവിൽ വെച്ച് ആ പിന്ന് കൊണ്ട് ചെരുപ്പിൻ്റെ വാർ പിടിപ്പിച്ചു വെക്കാൻ നോക്കി. എന്നാൽ പിന്ന ആ ചെരുപ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ലായിരുന്നു. ബാഗിൻ്റെ മറവിൽ വെച്ചുകൊണ്ട് തന്നെ കൈകൊണ്ട് നന്നായി അമർത്തി ചെരുപ്പിൽ പിൻ കുത്തിവെക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു പിസ്ത കളർ ടീഷർട്ടും നീല ജീൻസും ഇട്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. പെട്ടെന്ന് തൻ്റെ കയ്യിൽ തട്ടിയ അവനെ കണ്ടതും അനുപമ ഒന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആരാണെന്നറിയില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല, പരിചയത്തിലുള്ള ആരുമല്ല. എങ്കിലും പെട്ടെന്ന് ആ ആൾ കയ്യിൽ തട്ടിയപ്പോൾ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പ് വേഗം നിലത്തിട്ട് കാലുകൊണ്ട് ആ ചെരുപ്പ് മറച്ചു വെച്ച് അവനെ നോക്കി. ആരാ? അവൾ നേർത്ത സ്വരത്തോടെ അവനോട് ചോദിച്ചു. ആരുമല്ല, എന്തുപറ്റി? അവൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നു. അവൻ അപ്പോൾ അവളെയും അവളുടെ കാലിലുള്ള പൊട്ടിയ ചെരുപ്പിലേക്കും ഒന്ന് നോക്കി. ചെരുപ്പ് പൊട്ടിയോ? അവൻ സൗമ്യതയോടെ ചോദിച്ചു. അത് പറയാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ തോന്നി. മടിക്കണ്ട, പറഞ്ഞോളൂ, പൊട്ടിപ്പോയോ? അവൻ അവളുടെ കാലിലേക്ക് നോക്കി. അത് ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിക്കാൻ പോവുകയായിരുന്നു, അനു പറഞ്ഞു. അവൻ അപ്പോൾ അനുവിനെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ വന്നേ. അവൻ അത് പറഞ്ഞപ്പോൾ ഒരു സംശയത്തോടെ അനു അവനെ നോക്കുകയായിരുന്നു. പേടിക്കണ്ട, തനിക്ക് എന്നെ അറിയില്ല എന്നറിയാം, താൻ ചെരുപ്പ് തുന്നാൻ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അവൻ അപ്പോൾ തിരിഞ്ഞു നിന്ന് ചെരുപ്പ് തുന്നുന്ന ആൾക്കരികിലുള്ള കറുത്ത കാർ ചൂണ്ടിക്കാണിച്ചു. ദേ, ഞാൻ ആ കാറിലുണ്ടായിരുന്നു, വന്നേ, ഞാനൊരു ചെരുപ്പ് വാങ്ങിത്തരാം. ആ ചെറുപ്പക്കാരൻ സൗമ്യതയോടെ അത് പറഞ്ഞപ്പോൾ അനുവിന് ശരിക്കും അത്ഭുതമായിരുന്നു. ഒപ്പം വല്ലാത്തൊരു ചമ്മലും. ആരാ എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും താൻ പൈസയില്ലാതെ പൊട്ടിയ ചെരുപ്പിൽ പിൻകോർക്കുന്നത് കണ്ടല്ലോ എന്നൊരു ചമ്മൽ അവൾക്ക് വല്ലാതെ തോന്നി. അനു ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. വേണ്ട, ഞാൻ വൈകിട്ട് വാങ്ങിച്ചോളും, ക്ലാസ്സിൽ പോകുന്നതായതുകൊണ്ട് പൈസ കയ്യിലെടുത്തില്ല, അവൾ പറഞ്ഞു. സാരമില്ലെന്നേ, വൈകിട്ട് എന്തായാലും വേറെ വാങ്ങിച്ചോളൂ, ഇപ്പോൾ കോളേജിൽ പോകണമെങ്കിൽ ചെരുപ്പ് വേണ്ടേ? താൻ വന്നേ, അവൻ തൊട്ടടുത്തുള്ള ഫാൻസി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴും ഒരു മടിയോടെ നിൽക്കുകയായിരുന്നു. അവൻ അപ്പോൾ അവളുടെ കയ്യിൽ ചെറുതായി ഒന്ന് പിടിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു. അനുവിനപ്പോൾ വല്ലാതെ തോന്നി. ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, ആരോ ഒരാൾ ചെരുപ്പ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കയ്യിൽ പിടിക്കുന്നു. എങ്കിലും ആളെ കണ്ടപ്പോൾ ഒരു മാന്യനാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊന്നും പറയാനും സാധിച്ചില്ല. അവൾ അവനോടൊപ്പം ആ ഫാൻസിയിലെത്തി. കുട്ടിക്ക് പറ്റിയൊരു ചെരുപ്പ് വേണം, അവൻ ഫാൻസിക്കകത്തേക്ക് കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് പറഞ്ഞു. ഏത് മോഡലാ സാർ വേണ്ടത്? അവിടെ ഉണ്ടായിരുന്ന ലേഡി സ്റ്റാഫ് അവനോട് ചോദിച്ചു. തനിക്ക് എങ്ങനെയുള്ള ചെരുപ്പാ വേണ്ടത്? അവൻ അനുവിനെ നോക്കി.
അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണിലേക്ക് നോക്കുക മാത്രമായിരുന്നു. പറഞ്ഞോ, ഏതു മോഡലാ വേണ്ടത്? അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. എനിക്ക് സാധാ ഒരു ചെരുപ്പ് മതി, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡൽ ട്രെൻഡിങ് ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുക്കൂ. ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ, വില നോക്കണ്ട, അവൻ സ്റ്റാഫിനോട് പറഞ്ഞു. എങ്കിൽ ഷൂ മോഡൽ എടുക്കാം, പുതിയ മോഡൽ സ്റ്റോക്ക് ഇന്നലെ വന്നതുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് ധാരാളം പെട്ടികൾ എടുത്തുകൊണ്ടുവന്നു. അനു അപ്പോഴും അത്ഭുതത്തോടെ തന്നെ നിൽക്കുകയായിരുന്നു. ശേഷം സ്റ്റാഫ് അവളെ അവിടെ കസേരയിൽ ഇരുത്തിച്ച് അവളുടെ പാകത്തിന് പറ്റിയ ചെരുപ്പ് കാണിച്ചു കൊടുത്തു. ഏതു വേണമെന്ന് പറയാൻ പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സ്റ്റാഫ് കാണിച്ചതിൽ ഒരു മെറൂൺ കളർ ചെരുപ്പ് ആ പയ്യന് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ കളർ കൊള്ളാമല്ലോ, പാകമാണോ എന്ന് നോക്കിക്കേ, അവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് മെല്ലെ ചെരുപ്പിട്ട് നോക്കിയപ്പോൾ അത് അവൾക്ക് കറക്റ്റ് പാകമായിരുന്നു. ഇത് കറക്റ്റാണ്, സ്റ്റാഫ് പറഞ്ഞു. എങ്കിൽ അതെടുത്തോളൂ, എത്രയാ റേറ്റ്? അവൻ ചോദിച്ചു. സാർ, ഇത് കുറച്ച് വില കൂടിയതാണ്, 980 വരും. ഓക്കെ, തനിക്ക് ഇഷ്ടപ്പെട്ടോ? അവൻ അനുവിനെ നോക്കി. അപ്പോഴും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണാകെ നിറഞ്ഞിരിക്കുന്നത് പോലെ അവന് തോന്നി. പറയടോ, ഇഷ്ടപ്പെട്ടില്ലേ? അവൻ സ്നേഹത്തോടെ വീണ്ടും ചോദിച്ചു. ഉവ്, അവൾ അപ്പോൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ അതെടുത്തോളൂ, ഞാൻ പൈസ സ്കാൻ ചെയ്യാം. അവൻ അത് പറഞ്ഞ് കൗണ്ടറിലേക്ക് ചെന്നു. പാക്ക് ചെയ്യട്ടെ സാർ? സ്റ്റാഫ് അവനോട് ചോദിച്ചു. വേണ്ട, ആ കുട്ടി കാലിലിട്ടോളും, നിങ്ങൾ സ്കാനർ എവിടെയാണെന്നൊന്ന് കാണിച്ചേ, അവൻ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ സ്റ്റാഫ് കൗണ്ടറിൽ ചെന്ന് അവന് സ്കാനർ ബോർഡ് എടുത്ത് കാണിച്ചു. അവൻ അത് സ്കാൻ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ 980 രൂപ അതിൽ സ്കാൻ ചെയ്തു. കാലിൽ പുതിയ ചെരുപ്പും ഇട്ടുകൊണ്ട് അനു അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, തനിക്കിത്ര വിലയുടെ ചെരുപ്പ് വാങ്ങി തന്നിരിക്കുന്നു. വീട്ടിലെ പഴയ ചെരുപ്പോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പോ അല്ലാതെ നല്ലതൊന്നും താൻ ഈ പ്രായത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അവൾ ശരിക്കും അവനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. അവൻ പൈസ അയച്ച ശേഷം അവൾക്കരികിലേക്ക് വന്നു. എന്നിട്ട് അവളുടെ കാലിലേക്ക് നോക്കി. കൊള്ളാം, തനിക്കിത് നന്നായി ചേരുന്നുണ്ട്, നല്ല ചെരുപ്പ്. ഇനി പോകാം, അവൻ അവളോട് ചോദിച്ചു. അവൾ ഒന്നും പറയാതെ അവനൊപ്പം ആ ഫാൻസിയിൽ നിന്നിറങ്ങി. എനിക്ക് എന്തിനാ ഇത് വാങ്ങി തന്നത്? എന്നെ പരിചയമുണ്ടോ? അവൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു. ഏയ്, പരിചയമൊന്നുമില്ല. ഒരു ചെരുപ്പ് വാങ്ങിത്തരാൻ പരിചയത്തിൻ്റെ ആവശ്യമുണ്ടോ? അവൻ അവളെ നോക്കി ചിരിച്ചു. അനുവിൻ്റെ കണ്ണപ്പോൾ നിറഞ്ഞിരുന്നു. പിന്നെന്തിനാ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങി തന്നത്? അവൾക്ക് ചോദിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. താൻ ആദ്യം തൻ്റെ കണ്ണു തുടക്കി. ഞാൻ എന്തിനിത് വാങ്ങി തന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തൻ്റെ ഈ കണ്ണുനീരിലുണ്ട്. ഞാൻ അവിടെ കാറിലിരിക്കുമ്പോൾ കണ്ടു ചെരുപ്പ് തുന്നാൻ പൈസയില്ലാതെ താൻ ചെരുപ്പ് തിരികെ വാങ്ങി നടക്കുന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങി തരണമെന്ന് തോന്നി, വാങ്ങി തന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടത് മോശമായി പോയെന്നോ വാങ്ങി തന്നതിൽ വിഷമമോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതുപോലുമില്ലാത്തൊരു കാലം എനിക്കുമുണ്ടായിരുന്നു. അച്ഛൻ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ് നടുവിന് പരിക്ക് പറ്റി ജോലിക്ക് പോകാതെ കിടന്ന സമയം പൊള്ളുന്ന വെയിലത്ത് ചെരുപ്പില്ലാതെ നടന്നു പോയിട്ടുണ്ട് ഞാൻ. അന്നൊരു മാർച്ച് മാസം സ്കൂളിലെ മധ്യവേനൽ പരീക്ഷയുടെ സമയമായിരുന്നു. ഉച്ചയ്ക്കാ പരീക്ഷ. ചെരുപ്പില്ലെന്ന് കരുതി പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പൊള്ളുന്ന വെയിലത്ത് നട്ടുച്ചയ്ക്ക് സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും ഒരു നടത്തമായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും കാലൊക്കെ പൊള്ളി പണിയായിട്ടുണ്ടാകും. താനിന്ന് ഇവിടെ നിന്ന് ചെരുപ്പ് നന്നാക്കാൻ പൈസയില്ലാതെ തപ്പുന്നത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. ഇതിലും വലിയ അവസ്ഥ അനുഭവിച്ചറിയാവുന്നത് കൊണ്ട് തന്നെയാ വാങ്ങി തന്നത്. പരിചയമില്ലാത്ത ആളാണെന്നോ മോശമായി പോയെന്നോ ഒന്നും വിചാരിക്കേണ്ട. വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തന്നെ കരുതിയാൽ മതി. അവനത് പറയുമ്പോഴേക്കും അനുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അവൾക്കത്. വീടിനടുത്തുള്ളവരുടെയും വീട്ടുകാരുടെയും ഒക്കെ പഴകിയതോ അവർ ഉപയോഗിച്ച് കഴിഞ്ഞതോ ആയ ഡ്രസ്സുകളും ചെരുപ്പുകളും മറ്റും ഉപയോഗിച്ച് വളർന്ന അവൾക്ക് ആദ്യമായി അത്രയും വില കൂടിയ ഒരു സാധനം, അതും പുറത്തുനിന്ന് തീർത്തും അപരിചിതനായ ഒരാൾ വാങ്ങി നൽകിയിരിക്കുന്നു. എന്തു പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. താങ്ക്സ്, അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി. എന്തിന്? സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്കിത് വാങ്ങിത്തരാൻ കഴിയാവുന്നതുകൊണ്ട് അത് ചെയ്തു എന്നേ ഉള്ളൂ. ഈ കോളേജിലാണോ പഠിക്കുന്നത്? അവൻ അവളോട് ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. ഏതാ ബാച്ച്? അവൻ അവളെ നോക്കി. ഡിഗ്രി ഫൈനൽ ഇയർ BCom.